8 കോൺഗ്രസ് MLA-മാരാണ് ഒറ്റ രാത്രി കൊണ്ട് കൂറുമാറിയത്. അപ്പോ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഭാഗമായി ഈ കോൺഗ്രസ് മാറുന്നു എന്നാണ് അന്ന് കണ്ടത്. ഇപ്പൊ അതാ ഹിമാചലില് നല്ല രീതിയിൽ കാര്യങ്ങൾ അരങ്ങേറുന്നു. അവിടെ ഇപ്പോഴത്തെ അവിടുത്തെ കോൺഗ്രസ് പ്രസിഡന്റ് പ്രതിഭ സിംഗ്, അവരുടെ മകൻ വിക്രമാദിത്യ സിംഗ്, അവരിപ്പോ എവിടെയാ എന്താ ചെയ്തത്? അഭിഷേക് സിംഗ് മനു സിംഗിനെ പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. വക്കീൽ എന്ന നിലക്ക് ഇടക്ക് കേരളത്തിലൊക്കെ വന്ന് വാദിക്കാറുണ്ടല്ലോ. കോൺഗ്രസിന്റെ വലിയ വക്താവായിട്ടൊക്കെ ഇരുന്നയാളാണല്ലോ. അദ്ദേഹത്തെയാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. അദ്ദേഹം പരസ്യമായി പറഞ്ഞു, രാത്രി ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവര് രാവിലെ ഒന്നിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചവര് ഇവരാണ് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറിച്ച് വോട്ട് ചെയ്യുന്നത്. ഇങ്ങനെയും മനുഷ്യരുണ്ട് എന്ന് ഞാൻ കാണുകയാണ്. ഇതാണ് കോൺഗ്രസ് പാർട്ടി. അവിടെ BJP-യെ ജയിപ്പിച്ചു. ഇതാണ് കോൺഗ്രസ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ അനുഭവത്തെക്കുറിച്ചൊന്നും ഇപ്പോ സാധാരണഗതിയിൽ പറയാൻ കഴിയുന്നില്ല. കാരണം പലതും പരസ്യമായി വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഇന്ന് പരസ്യമായല്ലോ. നേരെ BJP-യിലേക്ക് ചേർന്നല്ലോ. എന്താണ് അവസ്ഥ കോൺഗ്രസിന്റെ? ഇന്ന് ചേർന്നയാള് മാത്രമാണോ BJP-യിലേക്ക് പോകുന്നത്? BJP-യുടെ ചില പ്രധാന വക്താക്കൾ ചിരിച്ചുകൊണ്ട് പറയാണല്ലോ, ഞങ്ങളുമായി പലരും വിലപേശലാണോ പറഞ്ഞതെന്നറിയില്ല, ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണല്ലോ. വിലപേശലാണ്. വിലയുറപ്പിച്ചവരുണ്ട്. കൃത്യമായി വിലയുറപ്പിച്ച് നിൽക്കുകയാണ്. പറ്റിയ സമയത്ത് മാറാമെന്ന വാഗ്ദത്തമുണ്ട്. ഇതല്ലേ അവസ്ഥ?